ഇല്ലടി, ഞാനിവിടെ ഉണ്ട്. ഞാനിവിടെ എല്ലാം കിടന്ന് തിരക്കി. അപ്പോൾ നീ ഇവിടുന്ന് കടം മാറി എന്ന് പറയുന്നതായിരിക്കും. ആ ശരി, ഒന്ന് വാടി. എനിക്ക് എല്ലാം കിടന്ന് തപ്പി എനിക്ക് കാണാൻ പറ്റുന്നില്ല. പെട്ടെന്ന് വരണേ. ഇതാ പറഞ്ഞു, എന്താ പറഞ്ഞു. പുതിയ ഷോപ്പൊക്കെ തുടങ്ങി. എന്നാലും എന്നോട് ഒരു മാസം പറഞ്ഞില്ലേ, ഞാൻ നിന്റെ പഴയ ഷോപ്പിൽ പോയി. അപ്പൊ അവര് പറഞ്ഞ് ഇവിടുന്ന് മാറി ഇപ്പൊ പുതിയ ഷോപ്പ് എടുക്കുന്നത് കുറേ തിരക്ക് കേട്ടോ. ഇവിടെ വന്നിട്ട് മാത്രം എനിക്കൊരു 2 മന്ത് ലീവേ ഉള്ളൂ. അപ്പോൾ ഒരു ബസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് എഡിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം പിന്നെ ഒരു 10-25 ലക്ഷം രൂപയാണ്. 5 സെൻറ്റാണ്, സിറ്റിക്കകത്താണ്. അപ്പോൾ കുറച്ച് മുമ്പ് കൊടുത്തു. ഒരു 5 lakhs ഇപ്പോൾ കൊടുക്കണം. അപ്പോൾ അത് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓടി നടക്കുമോ. അതേപോലെ തന്നെ എന്തൊക്കെ ചെയ്യുന്നത്. എനിക്കൊരു ടെൻഷൻ പറഞ്ഞായിരുന്നു. മനുഷ്യൻ്റെ തോറ്റുപോയി. സത്യം സൂപ്പറായിട്ടുണ്ടല്ലേ. അന്ന് ഞാനിപ്പോൾ നമ്മൾ കണ്ടിട്ട് 3 വർഷത്തിൽ കൂടുതലായി. നന്നായിട്ടുണ്ട്. ഇല്ല, സത്യമായിട്ടും ഞാൻ നല്ലതാണ് പറയുന്നത്. സൂപ്പറായിട്ടുണ്ട്. എന്ന് ഇതുപോലെ മനസ്സ് സന്തോഷമായിട്ടുള്ളതുണ്ടല്ലോ. അസൂയ പുഷ്പമില്ലെങ്കിൽ മനസ്സ് ക്ലിയറാണെങ്കിൽ നമ്മൾ എപ്പോഴും അനുഭവിക്കും. മനസ്സിപ്പോൾ നന്നല്ലേ എന്ന് ഞാൻ അറിഞ്ഞത് തിരക്കിട്ട് വലിയ ബിസിനസ്സാണ്. നല്ല ബിസിനസ്സൊക്കെ നല്ലത്. നമ്മളൊരു ബിസിനസ് ഇടുമ്പോൾ മോശവും നല്ല അഭിപ്രായം കാര്യങ്ങളിൽ കാണും. നമ്മളതൊക്കെ മൈൻഡ് ചെയ്യാൻ പാടില്ല. പിന്നെ നമ്മളിപ്പോൾ വീട് പോകുന്ന നോക്കിക്കഴിഞ്ഞാൽ വീഴടി ഉയർന്ന് പറക്കാൻ ശ്രമിക്കണം. അപ്പോഴേ എനിക്ക് എന്തുകൊണ്ട് പറ്റുന്നില്ല. നമ്മളൊരു കമ്പനിയിൽ പൊളിഞ്ഞു പോകുന്നു. കൂടെ നിന്നവരെ എല്ലാവരും മാറിയെങ്കിലും മുകളിൽ ഒരാൾ എത്തിക്കില്ല. ആ ആൾ നമ്മളോടൊപ്പം ഉണ്ടെങ്കിൽ നമുക്ക് ആ ഒരു വിശ്വാസം ഉണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും തകരില്ല. കാരണം ആ ഒരു ഉറപ്പിൽ ഞാൻ ഇതുവരെ പിടിച്ചിരിക്കുന്നു. എനിക്ക് എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടായിരുന്നു നിനക്കറിയില്ലേ. കമ്പനിമാരുടെ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതല്ലേ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വീടാലേ പോകരുത്. വീട് എന്ന് ഉറപ്പായി കഴിഞ്ഞാൽ നമ്മൾ ഒന്ന് ഉയർന്നെഴുന്നേക്കാൻ തളർന്നു പോകരുത് ഒരിക്കലും. എന്തൊരു വിഷയം ഇതിപ്പം നല്ല രീതിയിലാണല്ലോ ഷോപ്പൊക്കെ പിടിക്കാനും എല്ലാം ഒറ്റയ്ക്ക് എന്നോട് പറ്റുന്നില്ല. അപ്പം ഞാൻ തന്നെയല്ലേ എനിക്ക് കൂടുതലായിട്ട് പുറമേയിട്ട് അധികം തോന്നുന്നില്ല. അത് ഞാൻ വീട്ടിനകത്ത് ഒതുങ്ങിപ്പോയിരിക്കുന്നത്. ഞാൻ പറയുന്നത് നല്ലൊരു ഇത് വരുമല്ലോ. കണ്ടിട്ട് എനിക്ക് നല്ല ഐശ്വര്യമുള്ളതാണ്. നീ പുറത്തൊക്കെ ഞാൻ കുറച്ച് ഓട്ടമൊക്കെ പിടിച്ചായിരുന്നു. നോക്കട്ടെ, എൻ്റെ 1-2 ഫ്രണ്ട്സിനൊക്കെ ഹോൾസെയിൽ ഷോപ്പുകളുണ്ട്. അപ്പം അവർ പുറത്തുള്ളൊരു ടീഷർട്ട് ചെയ്യുന്നുണ്ടോ. അപ്പോൾ ഞാൻ ചോദിച്ചു നോക്കട്ടെ. അപ്പോൾ അത് നീ ഇപ്പോൾ ഏത് സ്ഥലത്തായിരിക്കും? ഞാൻ ബെഹറിലാണ്. 2 മന്തേ ഉള്ളതാണ്. ഞാനിപ്പോൾ പെട്ടെന്ന് കയറി വന്നത്. ഈ വസ്തു വരാൻ കയറി വന്നത്. അപ്പോൾ ഹെൽപ്പ് ചെയ്യാൻ നോക്കാം. ഞാൻ നോക്കാം. ഞാൻ ഓർഡർ പിടിച്ചു തരാം. എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അങ്ങോട്ടും ഇതുപോലെ നമ്മളൊക്കെ കണ്ട എന്തൊരു കോളേജ് കഴിയുമോ. അല്ല, നീ ഇപ്പോഴും നല്ല ഭംഗി ഇപ്പോഴും ഉണ്ട്. കുഞ്ഞുങ്ങളൊക്കെ പിന്നെ അവിടെ ഹസ്ബൻഡിന് പ്രത്യേകിച്ചതാണ്. ഇനിയിപ്പോൾ ഉടനെ പോകുന്നുണ്ടോ? ഒരാഴ്ചക്കുള്ളിൽ പോകാം. ഇപ്പോൾ സ്ഥലത്തിൻ്റെ കാര്യം എല്ലാം റെഡിയാണ്. എനിക്കൊരു 2 lakhs കൂടെ ആവാനുണ്ട്. എനിക്കൊരു 1 lakhs കൂടെ വീട്ടിൽ നിന്ന് തരാമെന്ന് പറഞ്ഞു. ഇതൊന്ന് ഹെൽപ്പ് ചെയ്തേ പറ്റത്തുള്ളൂ. 1 ലക്ഷം രൂപ എങ്ങനെയെങ്കിലും എനിക്കൊന്ന് മാറ്റി തരുമോ. പലിശയ്ക്ക് എടുക്കുന്നില്ല. പലിശയ്ക്ക് റിക്വസ്റ്റ് ഞാൻ കൊടുത്തോളാം. നീ ഒന്ന് ഹെൽപ്പ് ചെയ്തോളാം. എന്തായാലും നമ്മൾ അത്രയും പൈസ കൊടുത്തിട്ടില്ല. അപ്പോൾ നമ്മൾ വസ്തു കഴിച്ച് കഴിഞ്ഞാൽ നമ്മുടെ കാശ് നഷ്ടമാണ്. അതുകൊണ്ട് നീ എന്നെ ഹെൽപ്പ് ചെയ്യണം. പലിശ കൊടുത്ത് നമ്പർ വിളിച്ചു. ഈ നമ്പർ വേറെ അയച്ചിട്ടില്ല. ഓക്കെ,
ഞാൻ നിങ്ങൾക്ക് കുറേ സാധനങ്ങളൊക്കെ കൊണ്ടുവന്നതാണ്. പെട്ടെന്ന് ഇങ്ങോട്ട് വണ്ടി വന്നതുകൊണ്ടാണ്. ഞാൻ വരുമ്പോൾ കൊണ്ടുവരാം. ഇഷ്ടമല്ലേ? കിട്ടിയാ? നോക്കട്ടെ, വിളിച്ച് നോക്കട്ടെ. ആ ഹലോ, അല്ല സാർ, ഞാൻ ഏതെങ്കിലും സാർ സാർ ഇൻട്രസ്റ്റിന് കൊടുക്കുന്നുണ്ടെന്ന് അറിഞ്ഞു, അതുകൊണ്ട് വിളിച്ചതാണ്. ഞാനിവിടെ തൊട്ടടുത്തുള്ളതാണ്. ആ, ഞാൻ ബെഹറിലാണ്. നേരത്തെ എനിക്കൊരു ഷോപ്പ് ഉണ്ടായിരുന്നു. ഇപ്പോൾ ബെഹറിലാണ്. അവിടെ നസിന് എടുത്താണ്. സാർ, എനിക്ക് അർജൻറ്റാണ്. എനിക്കൊരു വസ്തു എഴുതിക്കാൻ വേണ്ടി ഞാൻ വന്നതാണ്. അപ്പം കാശ് കുറച്ച് തരാൻ ഉണ്ട്. അപ്പോൾ അത് കിട്ടാൻ കുറച്ച് ഡിലേ ആവും. സാർ ഒന്ന് ഹെൽപ്പ് ചെയ്യണം. ഒരു 1 lakhs മതി സാർ. സാർ അങ്ങനെ പറയല്ലേ സാർ, ഒന്ന് ഹെൽപ്പ് ചെയ്യില്ലേ? ആ ആ ആ, ഓക്കെ, ഒന്ന് വിളിച്ചാൽ മതി സാർ. ഓക്കെ. അയാൾ നോക്കട്ടെന്ന് പറഞ്ഞത്. ഇപ്പം ബിസിനസ് മഴ കാരണം പൊതുവേ കുറവാണ്. ആരും കളക്ഷനൊക്കെ കൊടുക്കുന്നില്ല. ഡെലിവറി വേണം. നോക്കട്ടെന്ന് പറഞ്ഞു. എനിക്കൊരു സംസാരത്തിൽ ഒരു പ്രതീക്ഷ തോന്നണം. കിട്ടട്ടെ, ഞാൻ പ്രാർത്ഥിക്കാം. കിട്ടിയില്ലെങ്കിൽ വേറെ ആരെങ്കിലും ചോദിക്കും. പക്ഷെ എൻ്റെ കാര്യങ്ങളൊന്നും ശ്രദ്ധിച്ചിട്ടുണ്ട്. എന്നിട്ട് വിഷമിക്കാതെ എല്ലാം റെഡിയാവും. ആരും നമ്മളോടൊപ്പം നിന്ന് അസൂയ മുട്ടാലും നമ്മൾ മൈൻഡ് ചെയ്യരുത്. നമ്മൾ ഒറ്റയ്ക്കാണ് ഏറ്റവും നല്ലത്. ഇപ്പം നമ്മുടെ കൂടെ ഉള്ളവരാരും എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടാവുമെന്ന് നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കരുത്. നമുക്കിപ്പോൾ കാശായാലും സ്നേഹമായാലും തിരിച്ച് കിട്ടുമെന്നുള്ള പ്രതീക്ഷയോടെ ആർക്കും നൽകാനും പാടില്ല. കാരണം അവസാനം അവർ നമ്മൾ ഒറ്റപ്പെടും. അതുകൊണ്ട് നമ്മൾക്ക് വേണ്ടി ജീവിക്കുക. മുകളിലുള്ള ഒരാൾ നമുക്ക് തുണയുണ്ടായാൽ എല്ലാം ഓക്കെയാവും. എനിക്ക് ഉറപ്പാണ്. ആ ഒരു വിശ്വാസത്തിലാണ് ഇന്ന് ഞാൻ ഇവിടെ വരെ എത്തി നിൽക്കുന്നത്. കരയാതാ ഓട്ടെ, കരയാതെ, സങ്കടപ്പെടാതെ. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഓട്ടോ പിടിച്ച് തരാൻ, നീ വിഷമിക്കാതിരിക്കുക. എന്നെ കണ്ടപ്പോൾ ഇത്രയും വലിയൊരു വിഷമം ഉണ്ടെന്ന് എനിക്ക് തോന്നിയില്ലടാ. കരയില്ല. അപ്പം നോക്കട്ടെ, ഷോപ്പൊക്കെ ഇന്ന് നമുക്ക് ഇനി ഡിസൈനൊക്കെ വരച്ച് വെച്ചിരുന്നതാണ്. ബ്യൂട്ടിഫുൾ, നന്നായിട്ടുണ്ടോ? ഇതിന്റെ മെറ്റീരിയൽ ഇവിടെ ഉണ്ടോടാ? ഇവിടെ ഉണ്ട് മെറ്റീരിയൽ. ഇത് കൊള്ളാമല്ലോ. എനിക്ക് ഇതിന്റെ ഒരു ബ്ലൗസ് അടിച്ചു തരണേ. ഇതിന്റെ ബ്ലാക്ക് മാത്രമേ ഉള്ളൂ? ബ്ലാക്ക് മാത്രമേ റൈറ്റ് വേറെ ഇത്രയൊക്കെ നല്ല കളക്ഷൻ ഉണ്ടായിട്ടും എന്ത് പറ്റി എനിക്ക്? അസൂയക്കാരല്ലേ, പറഞ്ഞിട്ട് കാര്യമില്ല. എടാ, അസൂയ കഴിക്കുന്നവരെ അവർക്ക് എന്നും അതേ ഒരിതേ വരുത്തുള്ളൂ. നമ്മളതൊന്നും മൈൻഡ് ചെയ്യാൻ പോകരുത്. നല്ല ഭംഗിയുണ്ട് കേട്ടോ. അപ്പോൾ എനിക്കിതൊരു ബ്ലാക്കിൻ്റെ വേണേ. അപ്പം ഞാൻ പോകുന്നതിന് മുന്നിൽ നിന്ന് സെറ്റ് ചെയ്യണം. ഞാൻ അളവ് കൊണ്ടുതരാമേ. പിന്നെ എനിക്കൊരു ഐഡിയ ഉണ്ട്. മെഷീൻ എല്ലാം പറക്കി കൊടുത്തിട്ട് എനിക്കാണെന്നുള്ള ഒരു ഇതാണ്. അയ്യോ, നീ ബുദ്ധിമോശം കാണിക്കല്ലേ. ഒരിക്കലും അങ്ങനെ ചെയ്യല്ലേ. എനിക്ക് കണ്ടിട്ട് നീ രക്ഷപ്പെടുമെന്ന് തോന്നുന്നുണ്ട് കേട്ടോ. ഹലോ, ഞാൻ വിളിക്കാമേ. ഓക്കെ, വിളിക്കാം. ഇതെന്താ ടീഷർട്ട് കൊള്ളാമല്ലോ. അതൊരാൾക്ക് ഇതിന് പേരുണ്ടോ? ഇതിൻ്റെ വേണമെങ്കിൽ ചെയ്ത് ഓർഡർ അനുസരിച്ച് ചെയ്ത് കൊടുക്കും. മോഡൽ ഓരോരുത്തർ പറയില്ല. അപ്പം അതനുസരിച്ച് മോഡൽ. ഇതിൻ്റെ റേറ്റ് എത്രയാണോ? പിന്നെ ഇപ്പം ഞങ്ങൾ പറയുന്നുണ്ടല്ലോ. ഇത് വലുതാണ്. ഇത് നല്ല ഓവർ സൈസാണ്. ഇത് നീ ചെയ്തതാണോ? സത്യം? നല്ല ഭംഗിയായിട്ട് ഓവർ സൈസ്. ഇത് ഞാൻ വേറെ ഡിസൈൻ വരച്ചിട്ടുണ്ട്. ഞാൻ ഒരാൾക്ക് അയച്ചു കൊടുത്ത്. പക്ഷെ അവർ ആ ഡിസൈൻ എടുത്തിട്ട് പിന്നെ അപ്പോൾ എനിക്ക് ഈ ഒരു സൈസ് വേണേ. ഇതേ അളവ് വേണം കേട്ടോ. പുറത്ത് ഇങ്ങനെ മാറില്ല. അപ്പം ബ്ലൗസ് ഞാൻ പോയി ബാക്കി കാശൊക്കെ സെറ്റ് ചെയ്യണം. പാലില്ലയോടാ എനിക്ക് അവിടെ നിന്ന് ഇവിടെ വന്നിട്ട് പെട്ടെന്ന് ചെറിയൊരു പാലിടുമോ? കംപ്ലൈൻറ്റ്
നമ്മൾ ജീവിച്ചു പോണ്ടേ? ശരിയാണ്. ഞാൻ പിന്നെ ഇറങ്ങട്ടെ. ഇനി കാണാം കേട്ടോ. പറ്റിയതൊന്ന് ശരിയായില്ലെങ്കിൽ വേറെ നോക്കി സെറ്റ് ചെയ്യണം. പിന്നെ എൻ്റെ കാര്യം മറക്കല്ലേ? ഇല്ല. ശരി മോളെ, ഓക്കെ ബൈ. ഹലോ. പെട്ടെന്ന് റെഡിയാക്കി തരുമോ? ശരി സർ, ബിസി ആണെങ്കിൽ ഞാൻ നിങ്ങളെ വിളിക്കാം. ഒത്തിരി പ്രിന്റിംഗ് ഒക്കെ ഉണ്ട്. അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. എന്നാ മഴയല്ലോ, എനിക്ക് പെട്ടെന്ന് പോണം, പെട്ടെന്ന് കുറിച്ച് പോണം. വേറെ ആൾക്കാർക്കൊക്കെ കൊടുക്കാറുണ്ട് കേട്ടോ. ഇങ്ങനെ പോയാൽ അത് ക്ലിയർ ആകത്തില്ല. പെട്ടെന്ന് എനിക്ക് കാണുന്നു. ഹലോ, ആരാ പറയൂ? ആ മാഡം, നിങ്ങൾ കുറച്ച് നേരത്തെ വിളിച്ചിരുന്നല്ലേ? അത് ഞാൻ ഇന്ന് തന്നെ അറേഞ്ച്മെന്റ് ചെയ്ത് തരാൻ നോക്കാം. നിങ്ങൾ ഇത്തിരി സമാധാനപ്പെടുക. മഴയും കാര്യങ്ങളായിട്ട് കളക്ഷനൊന്നും എൻ്റെ കയ്യിൽ വരുന്നില്ല. ഇത്തിരി സമാധാനപ്പെടുക. 1 ലക്ഷം രൂപയല്ലേ, വലിയ എമൗണ്ട് ആയതുകൊണ്ട് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക. ഞാൻ ഗൂഗിൾ പേ ചെയ്ത് തരാം. ഒന്ന് സമാധാനപ്പെടുക. ഇന്ന് തന്നെ ഗൂഗിൾ പേ ചെയ്യാൻ പറ്റുമെങ്കിൽ ഇന്ന് തന്നെ ഗൂഗിൾ പേ ചെയ്ത് തരാം. ഹലോ സാർ, ഞാൻ വീട്ടിലുണ്ട് സാറേ. ഇന്ന് പൈസ ഈവനിങ്ങിൽ റെഡിയാവും. അപ്പോൾ നാളെ രാവിലെ നമുക്കൊരു 10 മണിക്ക് എഴുതിക്കാം. ആ ഇല്ല സാർ, മാറ്റമൊന്നുമില്ല. എല്ലാം അളവൊക്കെ കഴിഞ്ഞ് കിടക്കുമല്ലേ. ഇതിൽ പ്രത്യേകിച്ച് തർക്കങ്ങളൊന്നുമില്ല. കുറച്ച് പൈസയുടെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു, അതിപ്പോൾ ഇന്ന് തന്നെ ക്ലിയർ ആയിട്ടുണ്ട്. ആ ഓക്കെ, ഞാനൊരു രാവിലെ 10 മണി റെഡി ആയിട്ട് സാർ പറയുന്നിടത്തോട്ട് വരാം. ഇല്ല, ഞാനിപ്പോൾ വീട്ടിൽ തന്നെ ഉണ്ട്. ഇല്ല, എൻ്റെ വീട്ടിൽ തന്നെ ഉണ്ട്. ശരി. കാലം പോയ പോക്ക്. ഞാൻ അന്ന് കാണുമ്പോ ഇത്രയും ഉണ്ടായിരുന്നു. എന്തുകൊണ്ടാണ് നടിക്കുന്നേ? ചന്ദ്രനായിട്ട് പോകാൻ പോകാമെങ്കിൽ അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ. അടിയുടെ ഫ്രണ്ട് വെക്കണോ ബാക്ക് വെക്കണോ, വണ്ടി ചൈക്കണോ കിടത്തണോ, എന്തൊക്കെ വേണം പറഞ്ഞാൽ അവർക്ക് വീട്ടിൽ പോണ്ട്. പഠിത്തമൊക്കെ പോകുന്നു. ഇപ്പൊ നേഴ്സിംഗിന് പഠിച്ചോണ്ടിരിക്കുന്നു. ഞാൻ പോട്ടെ, നീ പോകാൻ ആന്റി എപ്പോ വന്ന് നമുക്ക് ആന്റി എപ്പോ വന്ന് പോയി ആന്റി വന്നിട്ട് ഒരു വണ്ടി കൈമോനെ ആന്റി ഉമ്മച്ചി വാപ്പിച്ച് അവിടെ ആ വീട്ടിൽ ഒറ്റയ്ക്ക് പറ്റുന്നില്ലടാ. വീട് കൊടുത്തോ? അയ്യോ, കൊടുക്കാനോ? പുതിയ വീട് കൊടുക്കാൻ വേണ്ടിയിട്ടാണോ? ഞാൻ അവിടെ വീടുണ്ടെങ്കിൽ എപ്പോഴും ഇവിടെയാണെടാ എനിക്കിഷ്ടം. എന്താടാ മുടി കുഴിക്കുന്നത്? ഇത്ര ചെറുപ്പം നരച്ചോടാ മുടി. നരച്ച മുടി വീഴുന്നോടാ ഇത്ര ചെറുപ്പത്തിൽ. എന്തോടാ അപ്പൂപ്പനായടാ നീ? അപ്പൂപ്പനായതല്ല, അന്ന് കളർ അടിച്ചത് അവന്മാരെല്ലാം കൂടെ വെള്ള കളർ.
ഇങ്ങോട്ട് നോക്ക്, ആന്റി നോക്ക്. ആന്റി ഇല്ല ആന്റി. ആന്റി ഇനി ഒരാഴ്ചയും കൂടെ ഉള്ളടാ, ആന്റി പെട്ടെന്ന് പോകും. എന്റെ വിസയുടെ കാര്യത്തിൽ ഒരു തീരുമാനം. നീ പഠിക്കടാ, നേഴ്സിംഗ് പഠിക്കുക. പഠിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് എന്താന്ന് വെച്ചാൽ ചെയ്യണം മോനെ. എനിക്ക് ജർമ്മനിയിലോട്ടൊരു വിസ. പിന്നെ എന്നതാടാ മോനെ വിശേഷം? അങ്ങനെയൊന്നും ഇല്ല. ആന്റിയുടെ മക്കളൊക്കെ എന്ത് ചെയ്യാൻ? അവര് വന്നില്ല, വാപ്പടെ കൂടെ അവിടെ തന്നെ ഉണ്ടോ? നിങ്ങളുടെ മങ്കിയുടെ കൂട്ടിരുന്ന് നുള്ളി പറക്കുന്നേ? അല്ല ആന്റി, അത് നനച്ച മോടി ആന്റി. അങ്ങനെ അത് വീഴുന്നതാ. അത് സത്യമായി നനച്ചതല്ല. പയ്യന്മാരെല്ലാം സ്കൂൾ ഫംഗ്ഷന് പോയതാ. അപ്പൊ കളർ അടിച്ച് തലേ തേച്ച് അങ്ങനെ. എടാ മുടി നരയ്ക്കുന്നേനെ നല്ല നെല്ലിക്ക ഉണ്ടല്ലോടാ, വെയിലിട്ട് ഉണക്കിയിട്ട് അത് നന്നായിട്ടൊന്ന് പൊടിക്കുക മിക്സ് ചെയ്തിട്ട്. ഏതെല്ലാം ആന്റി പറഞ്ഞ ഞാൻ കേക്കാ. എന്നിട്ട് വെളിച്ചെണ്ണ തേക്കടാ, മുടി നരയ്ക്കൂലടാ. വെളിച്ചെണ്ണൊന്നും തേച്ച് കാര്യമില്ല ആന്റി. ഉമ്മച്ചി, എന്റെ ഒരു കൂട്ടുകാരി ഉണ്ട്. റമീസാണ് മോൻ വന്നിരിക്കുന്നു, കണ്ടില്ലേ ഉമ്മ? ഇവനങ്ങ് ആള് വളർന്നു കേട്ടോ, ഞാൻ വിചാരിച്ച പോലെ ഒന്നും അല്ല. പണ്ട് എന്റെ കയ്യെ പിടിച്ചേർന്ന് ഇറക്കണേ, അപ്പൊ നോക്കി. പോട്ടെ ആന്റി, ചേട്ടാ മക്കളെ നീ ഇവിടെ നില്ല, മോനെ കുറച്ച് ഗിഫ്റ്റൊക്കെ ആയിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. അതൊന്നും വേണ്ട ആന്റി, ഇവിടെ മാച്ച് ഇടാൻ ടൈമായി. പഠിക്കണം, നല്ല പഠിക്കും. ആന്റി കൊണ്ടുപോടാ നിങ്ങൾ. എനിക്ക് ആന്റിയുടെ ഒരു BMW കിട്ടി. കൊരങ്ങനാണോടാ? അല്ല സമയമായി. അതിന് മിഠായി ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. സമയമായിട്ട് ഞാൻ പോയിട്ട് വരാം. ശരി എന്നാ പോ. 10 മിനിറ്റ്. ഉമ്മയുടെ പൊന്നേ, ഉമ്മച്ചി പെട്ടെന്ന് വരും, ഒരാഴ്ചക്കകത്ത് വരും. ഫുഡൊന്നും കഴിക്കുന്നില്ലടാ. ഉമ്മച്ചി ഇവിടുത്തെ ജോലികളൊക്കെ ഒരുക്കിയിട്ട് പെട്ടെന്ന് വരും കേട്ടോ. ഉമ്മ ചക്കര ഉമ്മ. മകള് ട്യൂഷന് പോണേ? ആ ഓക്കെ. ആരെ വിളിച്ചേക്കുന്നത്? ഹലോ സാർ, ഇങ്ങോട്ടൊരു ഫോൺ വന്നല്ലോ, ആരാണ്? അതെയോ? എപ്പോഴേ? എപ്പോ മരിച്ചു? ഹലോ പറയൂ സാർ. ഇന്നലെ രാത്രിയിലോ സാർ? നാളെ രാവിലെ ഞാൻ വസ്തു എഴുതിയിരുന്നതാ. അറ്റാക്കായിരുന്നോ സാർ? അങ്ങനെ പറയരുത്. സാറിന്റെ അച്ഛനെ വിശ്വസിച്ചാണ് ഞാൻ അഡ്വാൻസ് 15 ലക്ഷം രൂപ കൊടുക്കുന്നത്. വസ്തു പെട്ടില്ലെന്നോ സാർ? അങ്ങനെയൊന്നും പറയരുത്. ഞാൻ ഗൾഫിൽ നിന്ന് ലീവ് കിട്ടാതെ ലീവ് എടുത്തിട്ടാണ് ഈ വസ്തു എഴുതിക്കാൻ വേണ്ടിയിട്ട് വന്നത്. അച്ഛൻ മരിച്ചെങ്കിൽ നമ്മളെന്ത് കഴിച്ചു സാർ? സാറിൻ്റെ അച്ഛൻ ഞങ്ങളുടെ കയ്യിൽ നിന്ന് 15 ലക്ഷം രൂപ വാങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ വസ്തു ഇല്ല, വസ്തു എടുത്തില്ലല്ലോ, പൈസ ഇല്ലല്ലോ. എൻ്റെ അമ്മ അമ്മച്ചി നമുക്ക് ഏത് കാര്യവും ഏത് കാര്യത്തിനും പരിഹാരം കൊണ്ട് എണ്ണീര് പോട്ടെ. ഞാൻ ഇന്നലെ മരിച്ചെന്ന് രാത്രിയിൽ മരിച്ചെന്നോ? അയാളുടെ മോൻ എനിക്ക് വസ്തു തരത്തില്ലെന്ന് എന്റെ വസ്തുവും പോയി, എന്റെ മക്കളും രൂപയും പോയി. പൈസ കൊണ്ടുപോയി കൊടുത്തതോ? എണ്ണീര് 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 ഏത് കാര്യത്തിനും പരിഹാരം ഉണ്ടാക്കാം. ഏത് കാര്യത്തിനും പരിഹാരം ഉണ്ടാക്കാം. ഞാൻ കിട്ടുമെങ്കിൽ വാങ്ങിക്കാം, അല്ലെങ്കിൽ പോട്ടെ. ഇനിയിപ്പോ എന്ത് ചെയ്യാനൊക്കെ? പലിശക്കെല്ലാം എടുത്ത് വല്ലവരുടെയൊക്കെ കടമിടോ മറിച്ച ഉമ്മ. ഞാൻ അയാൾക്ക് പൈസ കൊടുത്താളില്ല. ഉമ്മ അയാള് മരിച്ചെന്നുമ്മ. അയാള് മരിച്ചെന്നുമ്മ. എനിക്കെന്റെ വസ്തുവും പോയി പൈസയും പോയി ഉമ്മ. നമുക്ക് ഏത് കാര്യത്തിനും പരിഹാരം ഉണ്ട്. എണ്ണീര് എനിക്കിപ്പോ കടക്കാരുടെ മുന്നിൽ എനിക്ക് കടക്കാർ
എന്തെങ്കിലും പരിഹാരം കാണാം. വാ, വാ, എനിക്ക് വല്ലാതെ വരുന്നു. എനിക്ക് വയ്യ. വാ, നീ വാ. എനിക്ക് വയ്യ. നീ വാ. കാലക്കാലല്ലേ. വാ, എനിക്ക് വയ്യ. ഞാൻ വയ്യാത്തവളാണ്. എന്നെക്കൊണ്ട് ഇരിക്കുകയാണ്. വാ, വാ, നമുക്ക് ഏതിനും പരിഹാരം. വാ, വാ, വാ. ഓ, എന്റെ വയ്യ. എന്റെ പൈസ, എന്റെ പൈസ, എന്റെ പൈസ, എന്റെ വസ്തു. ഹലോ, ആരാ? ആരെടാ? പലിശക്കാരൻ നിന്റെ അച്ഛൻ. വെച്ചിട്ട് പോടാ. ഏത് പലിശയെ? പലിശ നീ എന്റെ കയ്യിൽ നിന്ന് പലിശ വാങ്ങിച്ചതോടുകൂടി ഞാൻ നശിച്ചടാ. നിന്റെ കയ്യിൽ നിന്ന് ലാസ്റ്റ് 1 ലക്ഷം രൂപ ഞാൻ പലിശയ്ക്ക് മേടിച്ചത് കാരണം എന്റെ വസ്തുവും പോയി, എന്റെ പൈസയും പോയി, എല്ലാം പോയി. നീ കാരണം എല്ലാമേ പോയി. നിന്റെ കയ്യിൽ നിന്ന് 1 ലക്ഷം രൂപ ഞാൻ പൈസക്ക് മേടിച്ചത്, അത് കാരണം എന്റെ പൈസയും പോയി, വസ്തുവും പോയി. പലിശക്കാരാ, ഞങ്ങള് മനഃപൂർവ്വം പലിശക്ക് എടുക്കുന്നതല്ല. ഞങ്ങൾക്ക് സാഹചര്യം വരുമ്പോ എടുത്തു പോകുന്നതാ. പലിശക്ക് വാങ്ങുന്നതും കൊടുക്കുന്നതും തെറ്റാണെന്നറിയാം. എടുത്തുപോയി. ഗതികേട്. ഇങ്ങോട്ട് വരാനോ? ഇങ്ങോട്ട് വന്നാ നിന്നെ വെട്ടിയിടും. ഇങ്ങോട്ട് വന്നാ നീ ആരോടാ ഇങ്ങോട്ട് വരാൻ? ഞാൻ നിന്നെ പറ്റിച്ചൊന്നുമില്ല. ഞാൻ ആരെയും പറ്റിച്ചിട്ടില്ലടാ. ഞാൻ ആരെയും നിന്റെ അപ്പനാ പറ്റിച്ചത്. ഞാൻ ആരെയും പറ്റിച്ചില്ല. എന്നെ പറ്റിച്ചോണ്ട് എന്റെ 10-15 ലക്ഷം രൂപയും കൊണ്ട് വസ്തു മേടിച്ചവൻ പോയി. എന്റെ പൈസ, എന്റെ പൈസ. ഉമ്മച്ചി, ആരമ്മ? ആരമ്മ? ഉമ്മ ആരമ്മ? ഉമ്മച്ചി ആരാ? അവിടെ ആരാ നിൽക്കുന്നമ്മ? തോന്നിയതാ. അമ്മ പലിശക്കാരൻ എന്നെ വിളിച്ച് അവൻ പൈസക്ക് എന്ത് പരിഹാരം വേണമെങ്കിലും ചെയ്യാം. ഉമ്മച്ചി ആരാ? പലിശക്കാരൻ എന്നെ അവൻ പിടിച്ചോണ്ട് പോകും. പലിശക്കാരൻ എന്നെ പിടിച്ചോണ്ട് പോകും. ഉമ്മ പലിശക്കാരൻ ആരമ്മ? പലിശക്കാരൻ എന്നെ വന്ന് പിടിച്ചോണ്ട് പോകുന്നു പറയുന്നു. ഉമ്മ പലിശക്കാരൻ എന്നെ പിടിച്ചോണ്ട് പോകുന്നു പറയുന്നു. ഉമ്മ ഏത് കാര്യത്തിനും പരിഹാരം ഉണ്ടാക്കാം. എന്റെ പൈസ, സമാധാനീര്. എന്റെ വസ്തു പോയി, എന്റെ ജോലി പോയി. നിങ്ങളെ സിം നമ്പറില്ലേ കോള് വിളിച്ചത്? നിങ്ങളെ ഫോൺ അറ്റൻഡ് ചെയ്യാത്ത അല്ല, നിങ്ങള് വീഴുന്ന കാര്യമൊന്നും നിങ്ങളെ കാശ് മേടിച്ചപ്പോൾ പറഞ്ഞില്ലല്ലോ. അല്ല, എനിക്കല്ലേ കാശ് കിട്ടണം. നിങ്ങളെ 3 മാസം കൃത്യമായിട്ട് നിങ്ങൾ പലിശ എനിക്ക് തന്നു. 3 മാസം പലിശ കൃത്യമായിട്ട് തന്നു. ഞാനൊരു ബിസിനസ്സുകാരനാണ്. കൊടുത്തെങ്കിൽ എനിക്ക് പ്രതിമാസം 20,000 രൂപ വെച്ച് 1 ലക്ഷത്തിന് 20,000 രൂപ വെച്ച് പലിശ തരുമായിരുന്നു. നിങ്ങളെ വിശ്വസിച്ച് നിങ്ങൾക്ക് തന്നു. നിങ്ങളെ പുതിയ വീട്ടിൽ പോയിരുന്നു. പുതിയ വീട്ടിൽ പോയിരുന്നപ്പോൾ കൂട്ടിയിട്ടിരിക്കുന്നു. ഇത് നിങ്ങൾ സ്ഥിരം അല്ല, നിങ്ങളിത് സ്ഥിരം വച്ച് നടത്തുന്ന പരിപാടിയാണല്ലേ? അല്ല, ഞാൻ ഒരുപാട് കോടീശ്വരമാകാൻ ഞാൻ പരിശീലിക്കുന്നത്. പക്ഷേ ഞാനൊരു വസ്തു മേടിക്കാൻ വേണ്ടി മേടിച്ചത്. അയാൾ പെട്ടെന്ന് മരണപ്പെട്ടു പോയി. ഇപ്പൊ അവരുടെ 3 വസ്തു നമ്മൾ പലിശയ്ക്ക് കൊടുക്കുന്ന നമുക്ക് ആരെങ്കിലും മരിക്കുന്നതോ ഒക്കെ, നിങ്ങളെ കൈ ഒടിക്കുന്നതോ നിങ്ങളെ കാലൊടിക്കുന്നതോ നിങ്ങളെ മരിക്കുന്നതോ ഇതൊന്നും നമുക്ക് വിഷയമല്ല. നമുക്ക് എന്താണ് ആവശ്യം? 1 ലക്ഷം രൂപ ഒരാൾക്ക് കൊടുത്താൽ പ്രതിമാസം 20,000 രൂപ കിട്ടണം. ഇതാണ് പലിശക്കാരൻ എന്ന് പറയുമ്പോൾ നമ്മൾ ദുഷ്ടതനായിട്ട് നമ്മൾ ജീവിക്കും. പിന്നെ നിങ്ങൾക്ക് എന്നെ പറ്റി നിങ്ങൾക്ക് ഒന്നും അറിയില്ല. നിങ്ങളെ പറ്റി എനിക്ക് 1 മിനിറ്റ് കൊണ്ട് എല്ലാം മനസ്സിലാക്കാനുള്ളൂ. പക്ഷേ എന്നെ 2 മണിക്കൂർ പഠിച്ചാലും ഞാൻ ആരും നിങ്ങൾക്ക് അറിയില്ല. കാരണം ഞാൻ ഞാനെന്ന് വെച്ചാല് വേറെ ലോക്കലാണ് കേട്ടാ. ലോക്കല് ആണുങ്ങളുടെ
ആണുങ്ങളുടെ ഞാനേ അല്ല ഒരു മിനിറ്റ് ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി തരാം. ആണുങ്ങളുടെ ഞാനേ വേറെ ഒരു 10,000 രൂപ കൊടുത്തിട്ടുണ്ടെങ്കിലേ ഞാൻ 50,000 രൂപ മുടക്കി ഞാൻ റെഡിയാക്കണവനാണ് ഞാൻ. എന്റെ അടുത്ത് ഈ വേഷം കരച്ചിലും വേഷം കെട്ടും ഈ നാടകമൊന്നും എന്റെ അടുത്ത് നടക്കില്ല. അതൊക്കെ വേറെ എവിടെയും കാണിച്ചു കൊടുക്കാം. ഞാൻ 1 കോടി ജനങ്ങൾക്ക് ഞാൻ കാശ് കൊടുത്തിട്ടുണ്ടെങ്കിൽ എനിക്ക് ഏത് ലെവലിൽ എനിക്ക് കാശ് വാങ്ങിക്കണമെന്ന് അറിയാം കേട്ടാ. എന്നെ ആരും പഠിപ്പിക്കാനും ഉണ്ടാക്കാനും പിന്നെ എന്തോന്ന് പറയാം ഈ വല്ല എന്തോന്ന് പറയാനിരിക്കണം. പോലീസിനെ വിളിക്കുക പോലീസിനെ വിളിക്കുക. അഡ്വക്കേറ്റിനെ കണ്ടിട്ട് എന്താന്ന് വെച്ചാൽ ചെയ്തോ എനിക്കിതൊന്നും വിഷയമല്ല. എന്റെ നല്ല ബോഡിയുടെ ആസ്തിയുള്ളവനാണ്. എന്റെ അടുത്ത് ഒരു കളി നടക്കില്ല. അല്ല കാശ് തന്നെടുത്തോളം മതി, പലിശ തന്നെടുത്തോളം മതി. ഞാൻ ഒരു പ്രാവശ്യം ഈ ഒരു മാസം കൂടി നോക്കിയിട്ട് ഞാൻ കറക്റ്റ് ആയിട്ട് വരും. എന്റെ കാശ് കിട്ടിയില്ലെങ്കിൽ ഞാൻ ആണുങ്ങളടുത്ത് ഏത് ലെവലിൽ പെരുമാറുന്നു ആ ലെവലിലെ ഞാൻ പെരുമാറുള്ളൂ. സ്ത്രീ എന്നുള്ള ഒരു പരിഗണന എന്നെ പ്രതീക്ഷിക്കണ്ട. ശരി, സാഹചര്യം കൊണ്ട് എടുത്തു പോയി അല്ല സാഹചര്യം കൊണ്ട് അല്ല സാഹചര്യം കൊണ്ട് എടുത്തു പോയെങ്കിൽ ഞാൻ നിങ്ങളുടെ സാഹചര്യം അനുസരിച്ച് ഈ കാറും ഈ ബൈക്ക് ഞാൻ എടുത്തോണ്ട് പോകാം. ഈ കാറും ഈ ബൈക്കും ഇതാരും ഉമ്മച്ചിയായിട്ടൊന്നും ഉമ്മച്ചിയായിട്ടൊന്നും കാശിടപാടിന് ബന്ധമൊന്നുമില്ല. നിങ്ങൾക്ക് പോലീസ് സ്റ്റേഷനിൽ കേസ് ഉണ്ടെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുക്കുക, കോടതിയിൽ കേസ് ഉണ്ടെങ്കിൽ കോടതി കേസ് കൊടുക്കുക. ഇതെല്ലാം എനിക്കറിയാം. അല്ല എന്റെ അടുത്ത് ഈ നാടകങ്ങളെയും നടക്കില്ല കേട്ടാ. നിങ്ങളെ നമ്മളാരും അല്ല കാശ് വാങ്ങിച്ചപ്പോ നിങ്ങൾ ഉണ്ടായിരുന്നു ഇല്ലല്ലോ. കാശ് വാങ്ങിച്ചപ്പോ ഇതാര് നിങ്ങളുടെ ഈ ഉമ്മച്ചി വാപ്പച്ചിയൊക്കെ വിളിച്ചിട്ട് എന്താണ് ഈ ഉപയോഗം? കാശ് ഈ കാശ് കാരണം കൊണ്ട് നിങ്ങൾ സമാധാനപ്പെടുന്ന ഞങ്ങൾ പൈസ തരാം. അവര് പൈസ വാങ്ങിക്കൊണ്ട് ഒരു വസ്തു ചത്തുപോയി. ആ വസ്തു കഴിഞ്ഞവൻ ചത്തുപോയി. നിങ്ങൾ പറയുന്നത് എനിക്ക് കേൾക്കേണ്ട അനുസരിക്കേണ്ട ഇതിനുള്ള സമയമൊന്നും എനിക്കില്ല. ഒരു മാസത്തില് എന്റെ കാശ് മേടിച്ചപ്പോ പറഞ്ഞ എന്തോ ഒരു മാസത്തില് പറഞ്ഞോട്ടെ 1 മാസത്തില് മുതല് പലിശ തരാന്ന് പറഞ്ഞു. 1 ലക്ഷം രൂപയല്ലേ എന്ന് കരുതി ചെറിയ എമൗണ്ട് ആയിട്ടാണ് ഞാൻ കൊടുത്തത്. പക്ഷെ ഇവർക്ക് ഇതല്ല 10,000 രൂപ കൊടുത്ത് നോക്കിയിട്ട് പൈസ കൊടുത്താൽ മതി. ഞാൻ മണ്ടനായി ഈ പൈസ കാരണം കൊണ്ട് പൈസ എടുത്തതോടെ അത് ഉരുണ്ട് വീട് അച്ഛൻ കാരണം കൊണ്ട് അത് കറങ്ങി വീട് കൈയും കാലും എല്ലാം പൊട്ടനിച്ച് അത് സമാധാനിക്ക് പൈസ തരാം. സമാധാനിക്കുന്ന പൈസ തരാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 8 വർഷം കഴിഞ്ഞ് തരാന്നാണോ? നിങ്ങളെ നല്ല തറവാടികളെ നല്ല സ്റ്റാൻഡേർഡ് കുടുംബമെന്ന് കരുതിയാണ് ഞാൻ കാശ് തന്നത്. ഞാൻ മണ്ടനാണെന്നുള്ള രീതി ഇതെല്ലാം നിങ്ങൾ അഭിനയം നിങ്ങളെ നാടകമാണെന്ന് എനിക്കറിയാം. എനിക്ക് എന്റെ കാശ് ഞാൻ നാളെ മാസത്തിലല്ലേ വരേണ്ടത്. ഞാൻ നാളെ വരുമ്പോ എന്റെ മുതൽ എന്റെ കാശ് കിട്ടിയില്ല എങ്കിൽ ഞാൻ ആരെന്നുള്ളത് നിങ്ങൾ നാളെ അറിയും. നാളെ ഞാൻ ആരെന്നുള്ളത് നിങ്ങൾ അറിയും. അല്ല ഈ കാശ് വാങ്ങിച്ചപ്പോ കാശ് മേടിച്ചപ്പോ നാണക്കേട് എന്തെങ്കിലും ഉണ്ടായിരുന്നോ? അല്ല എന്തിനാണ് 1 മാസത്തിനകത്ത് മുതല പലിശ തരാൻ പറഞ്ഞത്? ഇപ്പൊ 3 മാസമായി. ഇത് ഞാനൊരു ബിസിനസ്സുകാരന് കൊടുത്തെങ്കിലേ എനിക്ക് എന്തൊക്കെ അറിയണമായിരുന്നോ? 1 ലക്ഷത്തിന് 20,000 രൂപ പലിശ 1 മാസം കിട്ടത്തില്ലായിരുന്നോ? ഞാൻ നാളെ വരുമ്പോ എനിക്ക് എന്റെ കാശ് കിട്ടിയില്ലെങ്കിൽ എന്റെ സ്വഭാവം അറിയണ്ട. എന്റെ സ്വഭാവം അറിയത്തില്ല. എന്നോട് പറഞ്ഞതല്ലേ അവന്റെ അടുത്ത് നീ കൊണ്ട പൈസക്കാരൻ്റെ അടുത്ത് പൈസ വാങ്ങിക്കരുത്. ലാസ്റ്റ് അവസാനം ഒരു പ്രശ്നമാവുമെന്ന് പറഞ്ഞു. ഇതൊരു പ്രശ്നമാവും എന്ന് എല്ലാവരും കേട്ടു. നാണക്കേടായി. ആ പരമദുഷ്ടന്റെ അടുത്ത് എന്തിനാണ് ഇത്രയും വലിയ പലിശക്ക് നീ പൈസ എടുത്തത്?
വസ്തു ഇല്ല രൂപ ഇല്ലാതെ ആയോ? അയാൾ മരണപ്പെട്ടെന്ന് അറിവ് കിട്ടിയല്ലോ. അയാൾ മരണപ്പെട്ടു പോയി. അയാളുടെ മോന്റെ അടുത്ത് പോയി നമ്മൾ വിവരങ്ങൾ പറയുകയും ചോദിക്കുകയും ചെയ്തപ്പോ അയാളുടെ മോൻ പറഞ്ഞായിരുന്നു ഞങ്ങൾക്ക് അറിയത്തേ ഇല്ല. അയാള് പോയി, എന്റെ വസ്തു പോയി, പൈസയും പോയി. അതിന്റെ കൂടെ പലിശക്കാരൻ വന്ന് അലച്ചിട്ട് പോയി. നാളെ മൊത്തം ഇനിയിപ്പോ ഒന്നുകൊണ്ടും ചിന്തിക്കേണ്ട. കരയും വേണ്ട, വിഷമിക്കുകയും വേണ്ട, ഒന്നുമില്ല. പിന്നെ ആ പൈസ പിന്നെ നീ സങ്കടപ്പെടാതെ വിഷമിക്കാതെ ടെൻഷൻ അടിക്കാതെ ഇരി. ടെൻഷൻ അടിച്ചടിച്ച് നിന്റെ കൈ ഒടിഞ്ഞല്ലോ. ഉരുണ്ടടിച്ച് ബാത്റൂമിൽ കയറി കൈ ഒടിഞ്ഞു. അപ്പൊ അതിനൊരു കാര്യം ചെയ്യും. ഇനി ഇതിനെപ്പറ്റി ഇനി ചിന്തിക്കേണ്ട. നമുക്ക് എങ്ങനെങ്കിലും ഏതെങ്കിലും വിധത്തിൽ കൂടെ നമുക്ക് ഏതെങ്കിലും വിധത്തിൽ കൂടെ എന്തെങ്കിലും മറിച്ചോ തിരിച്ചോ അയാളുടെ പൈസ കൊടുക്കുക. അയാള് അതുകൊണ്ടുള്ള ജീവിത പ്രശ്നക്കാരനാണ്. ഉള്ള പലിശക്കാരനാണ്. ഞാൻ അന്നേ നിന്റെ അടുത്ത് ഞാൻ പറഞ്ഞ അവൻ്റെ അടുത്ത് പൈസ മേടിക്കരുത്, അത് കേട്ടില്ല. എന്തുകൊണ്ട് കേൾക്കാൻ നീ കേട്ടില്ല? അത് കേട്ടില്ല. ഇതുകൊണ്ട് അയാളെ മോൻ്റെ അടുത്ത് പോയി വിവരങ്ങൾ പറഞ്ഞില്ലല്ലോ. അയാളൊന്നും പറയുന്നില്ല. എനിക്ക് അറിയത്തില്ല. അച്ഛൻ്റെ അടുത്ത് കൊടുത്തെങ്കിൽ അച്ഛൻ്റെ അടുത്ത് വാങ്ങിച്ചോ. ഞാനുമായിട്ട് യാതൊരു കാര്യമില്ല. അയാൾ എല്ലാരും അറിഞ്ഞു. ഇനി നാണക്കേടിന്റെ കോട്ടയായി എല്ലാരും അറിഞ്ഞു. ഇയാളൊക്കെ അവന്ന് പറഞ്ഞിട്ട് പോയത്. മൊബൈലിൽ കളിച്ചെടുത്തിരിക്കുന്നു. പൈസകൾ വാങ്ങിച്ചു എല്ലാ ആൾക്കാരിവിടെ പെണ്ണുങ്ങൾക്ക് ജീവിക്കാനും കൊടുത്തത്. കാശുകാരെ ഞാൻ പോകത്തില്ല. കാശ് മേടിക്കാൻ എന്നെ വിളിച്ച് പോയിട്ടുണ്ട്. അവിടെ കാശ് റെഡിയാക്കിയിട്ട് ഇന്ന് വരെ ഇന്ന് വൈകിട്ട് കൊണ്ട് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പോലീസുകാരെ ഞാൻ പട്ടാളത്തുകാരെ പോലീസിനെ വിളിക്കാൻ എന്റെ വീട്ടിൽ നടന്നു. പോലീസിനെ വിളിക്കണം. അവര് വരും. അവര് ജീപ്പിൽ 6 പേരായിട്ട് വരും. വന്നിട്ട് അവര് പോകും. അടുത്ത തിരുമല മെട്രിക്കാൻ പറയുമോ അവിടുന്ന് പട്ടാളക്കാരെ വിളിക്കണം. ഇത് രണ്ടുപേരും വന്നിട്ട് മുഖ്യമന്ത്രി പ്രധാനമന്ത്രി എന്റെ വീട്ടിൽ നടക്കണേ. നീ ആരോട് ചോദിച്ചിട്ട് ഇവിടെ കയറി പൈസ തരാണോ? എന്റെ വാപ്പച്ചി കൊടുത്തേ. എന്റെ വീട്ടിൽ നടക്കണം. എന്റെ വീട്ടിൽ എന്തിനു കയറി? നീ എന്നെ എന്തിനു ഇവിടെ തോടി തട്ടി? എന്റെ കാശ് തന്ന പൈസ മാറ്റുന്നത് ശരിയാ. സ്ത്രീകൾക്ക് ഒരു മര്യാദ കൊടുക്കുന്നില്ലേ? ഭീഷണിപ്പെടുത്തുവാണോ? ശരി, നമുക്ക് ഒരു കോംപ്രമൈസിൽ എത്താം. എനിക്ക് കാശ് വേണ്ട. അല്ല എനിക്ക് കാശ് വേണ്ട. എനിക്ക് മുതലും വേണ്ട. എനിക്ക് മുതലും വേണ്ട. എനിക്ക് പലിശ. എനിക്ക് മുതലും വേണ്ട. എനിക്ക് മുതലും വേണ്ട. എന്റെ വീട്ടിൽ കയറി വന്ന് നീ എന്റെ വീട്ടിൽ നിന്നെ തൊടുകൂടാ. സ്ത്രീകൾക്ക് ഒരു മാനമില്ലയോടാ, മര്യാദ ഇല്ലയോടാ. മനുഷ്യക്ക് നമ്മൾ തിരിച്ചു തരത്തില്ല. ഓണം പരിസരത്ത് എന്നോട് സ്ത്രീകൾക്ക് മര്യാദ കൊടുക്കാത്തവരെ മനുഷ്യക്കാരെന്ന് പറഞ്ഞു ചോട്. നീ ചോട് അവിടെ എടുത്തിട്ടല്ലോ. അവിടെ നീ ചത്തില്ലേ നീ ചോട് നീ മനുഷ്യക്കാരൻ.
പലിശക്കാരൻ 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 എന്റെ ശരീരത്ത് തൊടാറായടാ, എന്റെ ശരീരത്ത് തൊടാറായടാ. പലിശയ്ക്ക് വേണ്ടുന്ന കൂടെ വരാൻ ശ്രമിക്കുന്നോ ഉണ്ടായിരുന്നു ഈ അവനെന്റെ വീട്ടിൽ കയറി അവനെന്റെ ശരീരത്ത് തൊടാറായടാ. എന്ത് ധൈര്യം ഇരുന്ന് എന്നെ തൊടാം, എന്ത് ധൈര്യം ഇരുന്ന് എന്നെ തൊടാം. നീ എന്റെ വീട്ടിൽ കയറുന്ന ലോകത്തിനെ പീഡിപ്പിക്കാൻ ശ്രമിക്കുന്ന ദിവസത്തെ പലിശക്കാരന്മാർക്ക് ഒരു മനസ്സുണ്ടെന്ന് വിചാരിച്ചടാ. ഞാൻ പലിശ കേൾക്കുമ്പോൾ നീ സന്തോഷത്തോടെ തന്നപ്പോ എനിക്ക് ഇങ്ങനെ ഒരു അവസ്ഥ വരുമെന്ന് ഞാൻ ചിന്തിച്ചില്ലടാ.